എന്റെ കയ്യിലെല്ലാം കിട്ടിയിരുന്ന ഞാൻ അടിച്ച് ഞാൻ കൈ കൊടുത്താണ്. മലയാള ഇൻഡസ്ട്രിയെ ഞാൻ മോളി കയറ്റിയാണ്. അതിനി വെറും 4 പടങ്ങളെ കൂടി പിന്നിലാക്കിയാൽ മതിയല്ലോ. ഇൻഡസ്ട്രി ഹിറ്റടിക്കും വാഴ. മലയാളത്തിലെ ടോപ്പ് കളക്ഷൻ റെക്കോർഡ് ഇപ്പോൾ ലോകയ്ക്കാണ്. 304 കോടി. 268 കോടിയുമായി എമ്പുരാൻ തൊട്ടു പിന്നിലുണ്ട്. മഞ്ഞുമൽ ബോയ്സ് 242 കോടി. തുടരും 235 കോടി. ഹേയ് ഗൈസ്, ഇവിടെ നല്ല ചായ കിട്ടും ഗൈസ് എന്ന് ഫോണും നോക്കി പറയാനല്ലാണ്ട് 2K കിഡ്സിനെ കൊണ്ട് വേറെ എന്തിനു കൊള്ളാമെന്നൊരിക്കൽ സലീം കുമാർ ചോദിച്ചിരുന്നു. അന്നതിന് കൈയടിച്ച ചിലരൊക്കെ ഇന്ന് ടിക്ടോക്കിനോട് പുച്ഛമായതുകൊണ്ട് 9 to 6 ജോലി ചെയ്യേണ്ടി വരുന്നു എന്ന ട്രോളിന് ലൈക്കടിച്ചു പോകുന്നുണ്ട്. റീലുകൾ ചെയ്ത് വൈറലായ പയ്യന്മാരാണ് ഇന്ന് 200 കോടി എന്ന മലയാളം ഇൻഡസ്ട്രിയുടെ തന്നെ എക്കാലത്തെയും അഹങ്കാരമായ വിപണി പിടിച്ചു നിൽക്കുന്നത്. നമ്മൾ കോടി ക്ലബ്ബുകൾ ആഘോഷമാക്കാൻ തുടങ്ങിയത് എന്ന് മുതലാണെന്ന് ഓർക്കുന്നുണ്ടോ? 100 കോടി ക്ലബ്ബ് എന്ന നേട്ടം ആദ്യമായി മലയാളത്തെ തേടിയെത്തിയത് ലാലേട്ടന്റെ പുലിമുരുകനിലൂടെയായിരുന്നു. തുടർന്ന് 2019 വീണ്ടും മോഹൻലാൽ ചിത്രമായ ലൂസിഫറിലൂടെയും 2023 പ്രളയത്തിന്റെ കഥ പറഞ്ഞ 2018 മലയാളം 100 കോടി ക്ലബ്ബിൽ ഇടം നേടി. കോടി ക്ലബ്ബുകളുടെ കണക്കെടുക്കുകയാണെങ്കിൽ മലയാള സിനിമയുടെ ഏറ്റവും നല്ല കാലമായിരുന്നു 2024. അതേ വർഷം മാത്രം മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു, ആടുജീവിതം, ആവേശം, ARM എന്നിങ്ങനെ 5 സിനിമകൾ കൂടി 100 കോടി ക്ലബ്ബിൽ കയറി. 2024 ഡിസംബറിൽ ഉണ്ണിമുഖത്തിന്റെ മാർക്കോയും ഈ നേട്ടം സ്വന്തമാക്കി. 2025 എമ്പുരാൻ, തുടരും, ലോക, സർവമായ എന്നീ 4 ചിത്രങ്ങൾ 100 കോടി ക്ലബ്ബിൽ കയറി. ഈ വർഷം ആദ്യ 100 കോടി ആട് 3 നേടിയപ്പോൾ വാഴ 2 അതിവേഗം 200 കോടിയും കടന്ന് ഓടുകയാണ്. നമ്മൾ എടുക്കുന്ന ഒരു സിനിമ ടിക്കറ്റിന് 4 അവകാശികളാണുള്ളത്. പ്രൊഡ്യൂസർ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, പടം പ്രദർശിപ്പിക്കുന്ന തിയേറ്റർ ഉടമകൾ അഥവാ എക്സിബിറ്റേഴ്സ്, ടാക്സ് വിഭാഗത്തിൽ ഗവൺമെന്റ്. ഒരു സിനിമയുടെ ടോട്ടൽ ഗ്രോസ് കളക്ഷൻ അഥവാ തിയേറ്ററിൽ നിന്ന് ടിക്കറ്റുകൾ വിറ്റ് കിട്ടുന്ന ആകെ തുക 100 കോടി തികയുമ്പോഴാണ് ആ സിനിമ 100 കോടി ക്ലബ്ബിൽ എത്തിയെന്ന് നമുക്ക് പറയാനാവുന്നത്. ഇത് കേരളത്തിലെ മാത്രം കളക്ഷൻ അടിസ്ഥാനമാക്കിയുള്ളതല്ല. കേരളത്തിലെ കളക്ഷനും ഇന്ത്യൻ ബോക്സ് ഓഫീസ് ടോട്ടൽ കളക്ഷനും ആഗോള ബോക്സ് ഓഫീസിലെ ആകെ വരവും എല്ലാം കൂടി ചേർത്തിട്ടാണ് കോടി ക്ലബ്ബ് തിരിക്കുന്നത്. കേരളത്തിലെ കളക്ഷനും മറ്റ് സംസ്ഥാനങ്ങളിലെയും ഇന്ത്യക്ക് പുറമെയുള്ള റിലീസുകളിലെയും എല്ലാ കണക്കുകളും ഉൾപ്പെടുന്നതാണ് ഒരു ചിത്രത്തിന്റെ ടോട്ടൽ ഗ്രോസ് കളക്ഷൻ. ഒരു സിനിമ 100 കോടി ക്ലബ്ബിൽ കയറിയാൽ ആ ലാഭം മുഴുവൻ നിർമ്മാതാവിന് ലഭിക്കുമെന്ന ധാരണയാണ് നമുക്ക് പൊതുവേ ഉള്ളതല്ലോ. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ. ഒരു സിനിമയുടെ ടോട്ടൽ ഗ്രോസ് കളക്ഷൻ 100 കോടി എത്തിയാൽ അതിലെ 23% ടാക്സും സ്റ്റാറ്റ്യൂട്ടറി ഡിഡക്ഷനുമായിട്ട് വരും. ബാക്കിയുള്ള 77% നിർമ്മാതാവും വിതരണക്കാരും തിയേറ്റർ ഉടമകളും കൂടി ഷെയർ ചെയ്താണ് എടുക്കുന്നത്. ഈ ഷെയർ ചെയ്യുന്ന തുകയാണ് സിനിമയുടെ നെറ്റ് കളക്ഷൻ എന്ന് പറയുന്നത്. ഒരു സിനിമ ആഗോള ബോക്സ് ഓഫീസ് കളക്ഷനിൽ നേടിയ തുകയെ ഗ്രോസ് കളക്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ടാക്സ് കിഴിച്ചു കിട്ടുന്ന തുകയാണ് നമ്മൾ നെറ്റ് കളക്ഷൻ എന്ന് പറയുക. സിനിമയുടെ നിർമ്മാണ ചെലവ് അനുസരിച്ച് ഗ്രോസ് കളക്ഷനും നെറ്റ് കളക്ഷനും കണക്കാക്കുമ്പോഴാണ് ശരിക്കും ഒരു സിനിമയിൽ നിന്ന് നിർമ്മാതാവിന് ലാഭം ലഭിച്ചോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാനാവുക. അല്ലാതെ 100 കോടി ലഭിച്ചെന്ന് കരുതി അല്ലെങ്കിൽ 100 കോടി ക്ലബ്ബിൽ കയറി എന്ന് കരുതി ഒരു സിനിമ വിജയിച്ചു എന്ന അർത്ഥമില്ലെന്ന് ചുരുക്കം.